കൂട്ടുകാരെ ഇന്ന് നമുക്ക് ദേ ആശുപത്രി വരെ പോകേണ്ട അത്യാവശ്യമുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പല്ലുവേദനയാണ്. അങ്ങനെ ദേ അമ്മ എന്നെ 6:45 വണ്ടിക്ക് തന്നെ ഉന്തിത്തള്ളി പറഞ്ഞു വിട്ടിട്ടുണ്ട്. രാവിലെ പല്ലിൻ്റെ ഡോക്ടർ വരും, അപ്പോൾ ആദ്യമേ തന്നെ കയറി കാണണം എന്നുള്ള രീതിക്ക് അമ്മേനെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേ വെയിലൊക്കെ ഒന്ന് ഉറച്ച് വന്നതുള്ള ഒരു ഇരുളിമയാണ്. അങ്ങനെ ദേ ഞാനാണെങ്കിൽ പല്ലുവേദന എടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ അതെൻ്റെ മുഖം കണ്ടാൽ പോലും പറയില്ല. അങ്ങനെ ദേ നമ്മളാണെങ്കിൽ ആശുപത്രി പടിയുടെ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. അവിടുന്ന് ദേ നമ്മൾ പയ്യെ സ്റ്റെപ്പ് കയറി പോകുമായിരുന്നു. ഈ കാരിക്കോട് ആശുപത്രിയിൽ പണ്ട് വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ, കുഞ്ഞായിരുന്നപ്പം. അങ്ങനെ ദേ നമ്മളാണെങ്കിൽ നിമിഷ നേരം കൊണ്ട് അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ദേ ചീട്ടൊന്നും എടുക്കാൻ അധികം ആൾക്കാരൊന്നും ആദ്യമേ ഉണ്ടായില്ല കേട്ടോ. നിമിഷ നേരം കൊണ്ട് ആൾക്കാരൊക്കെ ആയി. അങ്ങനെ ദേ നമുക്ക് ചീട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചൊരു കൊച്ചിനെ കണ്ടു. ആളുടെ കുഞ്ഞുവാവയാണ്. അപ്പോൾ കുറച്ച് നേരം ആളെ കൊഞ്ചിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേ പിന്നെ ഞാൻ ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എനിക്കൊരു അപ്പച്ചനെ അമ്മച്ചീനെയും കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞു കേട്ടോ. സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാനേ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടറിനെ കയറി കണ്ടു. ഡോക്ടർ കുറച്ച് ടാബ്ലറ്റ് എല്ലാം എനിക്ക് കുറിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ പല്ലൊന്നെങ്കിൽ എടുത്ത് കളയണം, ഇല്ലെങ്കിൽ റൂട്ട് കനാൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും മരുന്ന് ഞാൻ അവിടുത്തെ ഫാർമസിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മളാണെങ്കിൽ ഇനി എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ടാകാം അടുത്ത പരിപാടി ഞാൻ വിചാരിച്ചു. അങ്ങനെ കടകളെല്ലാം പയ്യെ തുറന്ന് വന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മങ്ങാട്ടുകരയിലുള്ള ഒരു കടയിൽ കയറിയിട്ട് പൊറോട്ടയും അതുപോലെ മുട്ടക്കറിയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ അതും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണത്തിന് മുന്നേ കഴിക്കാനുള്ള ടാബ്ലറ്റ് ഉണ്ടായിരുന്നു, അതും കഴിച്ചേച്ച് ഞാനാണെങ്കിൽ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഫുഡായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ആഹാരത്തിന് ശേഷം കഴിക്കാനുള്ള കുറച്ച് മരുന്നും ഉണ്ടായിരുന്നു, അതെല്ലാം കഴിച്ചു. അങ്ങനെ ദേ നമ്മളാണെങ്കിൽ ഇവിടെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു ക്ലിനിക്ക് ഉണ്ട് പല്ലിൻ്റെ. അപ്പോൾ അവിടെയും കൂടെ കയറി ഒന്ന് കണ്ട് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് ഡോക്ടർ എന്നാ പറയണേന്നും കൂടെ ഒന്ന് അറിയാമെന്ന് വിചാരിച്ച് അങ്ങനെ ദേ ഞാനാണെങ്കിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേ നമ്മൾ അവിടെ അപ്പോയിൻമെൻ്റ് എല്ലാം എടുത്ത് നമ്മൾ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നോക്കുവാണെങ്കിൽ താഴെ മങ്ങാട്ടുകര ഇങ്ങനെ ബസ്സെല്ലാം പോണത് കാണാം കേട്ടോ. അങ്ങനെ അതൊക്കെ നോക്കിക്കൊണ്ട് കുറച്ച് നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് അധികം നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് സമയത്തിനൊടുവിൽ ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു. നല്ല ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ ഡോക്ടർ. കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞ് ഇതാക്കി തന്നു, മനസ്സിലാക്കി തന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു റൂട്ട് കനാൽ ചെയ്യാം. അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പം മരപ്പിക്കാൻ വേണ്ടി കുത്തി വെച്ചതാണ്. അതിൻ്റെ ഒരു ചെറിയൊരു മരച്ച് പയ്യെ വന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ മരച്ചെല്ലാം വന്നിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് സിറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. 2 സിറ്റിംഗ് ആണ് ഇനി. അപ്പോൾ അടുത്ത സിറ്റിങ്ങിന് വെള്ളിയാഴ്ച വന്നെ. അപ്പോൾ ദേ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ പല്ലുവേദന ഇല്ലാണ്ട് സന്തോഷമായിട്ടാട്ടോ ഞാൻ പോരുന്നത്. ചെറിയൊരു മരപ്പുണ്ട്, ഇനിയിപ്പോൾ അത് മാറണമെങ്കിൽ തണുത്ത എന്തെങ്കിലും കഴിക്കണം. അങ്ങനെ ദേ ഞാനാണെങ്കിൽ ബസ് കാത്ത് നിൽക്കുകയാണ്. അങ്ങനെ ബസ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഡോക്ടർ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ അടയ്ക്കുകയും തുറക്കുകയും ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. ഇപ്പം ദേ ഇങ്ങനെ മരച്ചിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ നമ്മുടെ ചാനൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ടാറ്റ ബൈ ബൈ ഗൈസ്.